പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ പൊട്ടിത്തെറിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ സിനിമാ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. റിട്ടയർഡ് ജസ്റ്റിസ് ടി ഹേമയുടെ നേതൃത്വത്തിലുള്ള ഒരു 3-അംഗ കമ്മിറ്റി, ഹേമ കമ്മിറ്റി, സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ റിപ്പോർട്ട് 2 ദിവസത്തിന് മുമ്പ് കോടതി ഇടപെടലിനെ തുടർന്ന് പുറത്തു വരികയുണ്ടായി. അപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും അതിനകത്ത് സ്വകാര്യത ഉണ്ടാവാൻ ഇടയുള്ള ഭാഗങ്ങൾ മുഴുവൻ മാറ്റിവെച്ചിട്ടാണ് വന്നതെങ്കിലും വലിയ തോതിൽ ഞെട്ടിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും വളരെ ഗൗരവതരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലൊരു സൂപ്പർ സ്റ്റാറിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളും വിശദമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ആ സൂപ്പർ സ്റ്റാറിനുണ്ട് എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇന്ന് വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾക്ക് വിഷയീഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ പശ്ചാത്തലത്തിൽ ഞാൻ ഏതാണ്ട് ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് 2022 മധ്യത്തിലോ മറ്റാണെന്നും ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്നുകൂടി നിങ്ങളെ കാണിക്കണം, എൻ്റെ പ്രേക്ഷകരെ കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അന്ന് 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ആ വീഡിയോയുടെ വിഷയം ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് കൂടുതൽ പ്രസക്തമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, അന്ന് മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ സൂപ്പർ സ്റ്റാറിനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ബിനാമി എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഈ മോഹൻലാലിൻ്റെ കാർ ഡ്രൈവറായി ആദ്യ രംഗത്ത് വരികയും ഇന്ന് മോഹൻലാലിൻ്റെ സ്വത്തുക്കളുടെ മുഴുവൻ അധിപനായി മാറുകയും ചെയ്ത ആൻ്റണി പെരുമ്പാവൂരിൻ്റെ വളർച്ച, അയാൾക്ക് മോഹൻലാലുമായിട്ടുള്ള ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ, ഈ വിഷയങ്ങളാണ് അന്ന് ഞാനൊരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നത്. ആ വീഡിയോ ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രസക്തമായിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ആ വീഡിയോ വീണ്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ആ വീഡിയോ പെടുത്തുകയാണ്. ആ വീഡിയോ കാണാൻ ഞാൻ എൻ്റെ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. 1987 മോഹൻലാൽ എന്ന് പറയുന്ന കേരളത്തിലെ സൂപ്പർ സ്റ്റാർ, അദ്ദേഹം പട്ടണപ്രവേശം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ മോഹൻലാൽ നായകനായിട്ടുള്ള പട്ടണപ്രവേശം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് 1987 നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഷൂട്ടിങ്ങിനിടയിൽ മോഹൻലാലിന് താൽക്കാലികമായി ഒരു ഡ്രൈവറെ ഉപയോഗിക്കുകയുണ്ടായി. ആ താൽക്കാലിക ഡ്രൈവറുടെ പേര് മാലേക്കുടി ജോസഫ് ആൻ്റണി എന്നാണ്. മാലേക്കുടി ജോസഫ് ആൻ്റണിക്കാണ് ഈ 1987 പട്ടണപ്രവേശനത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് മോഹൻലാലിൻ്റെ ഡ്രൈവറാകാനുള്ള അവസരം ലഭിച്ചത്. അതിനെ തുടർന്ന് 1988 മൂന്നാം മുറ എന്ന് പറയുന്ന മോഹൻലാൽ നായകനായിട്ടുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ മാലേക്കുടി ജോസഫ് ആൻ്റണിയും അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളുമായി അവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തിയത്. ആ ഷൂട്ടിംഗ് സ്ഥലത്തെത്തിയ ആളുകൾക്കിടയിൽ ഈ മാലേക്കുടി ജോസഫ് ആൻ്റണി നിൽക്കുമ്പോൾ മോഹൻലാൽ അവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് കൈപൊക്കി അദ്ദേഹം ഇങ്ങനെ കാണിച്ചു, ഇനി വരാൻ പറഞ്ഞു. അപ്പോൾ ഈ ജോസഫ് ആൻ്റണിക്ക് സംശയം തോന്നി, ഇത് തന്നെയാണോ വിളിക്കുന്നത്? ആണ്, അതെ എന്ന് പറഞ്ഞു. അങ്ങനെ ജോസഫ് ആൻ്റണി മോഹൻലാലിൻ്റെ അടുത്ത് ചെന്നു. മോഹൻലാൽ ഉടനെ തന്നെ ഈ ജോസഫ് ആൻ്റണിയോട് ചോദിച്ചു, മിസ്റ്റർ ആൻ്റണി, താങ്കൾക്ക് എൻ്റെ ഡ്രൈവറാകാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ആകാം എന്ന് പറഞ്ഞു. അങ്ങനെ 1988 മോഹൻലാൽ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നടൻ്റെ ഡ്രൈവറായിട്ടുള്ള മാലേക്കുടി ജോസഫ് ആൻ്റണി, ആ ജോസഫ് ആൻ്റണി 2022 ആകുമ്പോൾ ഇന്ന് ആരാണെന്നറിയാമോ സുഹൃത്തുക്കളെ? അദ്ദേഹം ഇന്ന് കേരളത്തിലെ ഏറ്റവും ധനാഢ്യനായ, കോടീശ്വരനായ സിനിമാ നിർമ്മാതാവും സിനിമാ വിതരണക്കാരനും സിനിമാ തിയേറ്ററുകളുടെയൊക്കെ ഉടമയുമാണ്. അദ്ദേഹം മോഹൻലാലിൻ്റെ ഡ്രൈവറായിട്ടാണെന്ന് തുടങ്ങിയതെങ്കിൽ ഇന്ന് മോഹൻലാലിൻ്റെ ഡ്രൈവറല്ല, മോഹൻലാലിനെ ഡ്രൈവ് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ല.
ഈ മോഹൻലാലും ആന്റണി പെരുമ്പാവൂർ മാലക്കുടി ജോസഫ് ആന്റണി പിന്നെ ഇപ്പോൾ മാലക്കുടി ജോസഫ് ആന്റണി അല്ല, അദ്ദേഹം ഇന്ന് ആന്റണി പെരുമ്പാവൂരാണ്. ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് ഇന്ന് അറിയുകയുള്ളൂ. ഇന്ന് കേരള സിനിമാ രംഗത്ത് അദ്ദേഹത്തെ അറിയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് വലിയൊരു ഒരു സാന്നിധ്യമാണ് ഈ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നത്. ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ സിനിമാ രംഗത്ത് ഇങ്ങനെ കിടന്ന് പരന്നൊഴുകുന്നുണ്ട്. ഒരിക്കൽ ആന്റണിയുടെ ഭാര്യ ശാന്തയോട് ആന്റണിയുടെ ഭാര്യ ശാന്ത ആന്റണിയോട് ചോദിച്ചു, മിസ്റ്റർ ആന്റണിയും മോഹൻലാലും കൂടി ഒരു ബോട്ടിൽ സഞ്ചരിക്കുകയാണ് എന്നിരിക്കട്ടെ, ആ ബോട്ടിന് ഒരു അപകടം ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, ആ അപകടമുണ്ടായി, എന്തായാലും ആന്റണി രക്ഷപ്പെട്ടു വന്നു. അപ്പോൾ ആന്റണിക്ക് ഒരാളെ മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ, ഒന്ന് മോഹൻലാൽ, രണ്ട് ഞാൻ, അതായത് ഭാര്യ ശാന്ത. അപ്പോൾ ആന്റണിക്ക് ഇങ്ങനെ രണ്ടുപേരിൽ ഒരാളെ മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളെങ്കിൽ ആന്റണി ആരെ ആയിരിക്കും രക്ഷപ്പെടുത്തുക എന്ന് ചോദിച്ചപ്പോൾ ആന്റണി സ്വന്തം ഭാര്യയുടെ പേര് പോലും പറയുന്നതിന് പകരം മോഹൻലാലിനെ ആയിരിക്കും ഞാൻ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ സ്വന്തം ഭാര്യയേക്കാൾ സ്ഥാനം ആന്റണി പെരുമ്പാവൂർ കൊടുക്കുന്ന മോഹൻലാലിനാണ്. 20 വയസ്സ് പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മോഹൻലാൽ സാറിൻ്റെ അടുത്ത് ആദ്യം വണ്ടി ഓടിക്കാൻ പോയതാണ്. ഞാൻ വണ്ടി ഓടിക്കാൻ പോയി ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഓർക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ലാൽ സാർ പറഞ്ഞു, എന്താ ആന്റണി ഇങ്ങനെ ചോദിക്കുന്നത്, നമ്മൾ ഇത്രയും ദിവസത്തെ പരിചയമുള്ളവരല്ലേ, തീർച്ചയായിട്ടും ഞാൻ ആന്റണിനെ എൻ്റെ ഓർമ്മയിലുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഷേഖാൻ്റെ അടുത്ത് ഞാൻ പോയി. കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം ഞാനും എൻ്റെ സുഹൃത്ത് വലയം കൂടി മോഹൻലാൽ സാറിൻ്റെ ഒരു ഷൂട്ടിംഗ് കാണാൻ ചെന്നത് 3-ാം മുറ എന്ന് പറയുന്ന ഷൂട്ടിങ്ങാണ്. അപ്പോൾ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് ഭയങ്കര ക്രൗഡും ആൾക്കാരും അകത്തേക്ക് കയറാൻ പറ്റാത്ത പോലെ ഒരു സ്ഥലത്ത് ഞാൻ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ലാൽ സാർ എപ്പോഴാണ് എന്നെ കാണുന്നതെന്ന് നോക്കി ഞാനിങ്ങനെ ഇടയിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ലാൽ സാർ ആരോ ഇങ്ങോട്ട് തിരിഞ്ഞ് കൈ കാണിച്ച് വിളിക്കുന്നുണ്ട്. അപ്പം ലാൽ സാർ ഓർക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ എന്നെയാണോ സാർ വിളിക്കുന്നത്, കാരണം ഇത്രയും ഒരു മാസം കഴിഞ്ഞിട്ടും ഇത്രയും ദൂരം നിന്ന് എന്നെ കണ്ട് മനസ്സിലായോ, ആകെ ഞാനൊരു കൺഫ്യൂഷനായിപ്പോയി. അപ്പം ഞാൻ പുറകോട്ടൊക്കെ നോക്കി, പുറകോട്ട് നോക്കുമ്പോൾ ആരെയും എന്നെ തന്നെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, സാർ എന്നെയാണോ എന്ന് ചോദിച്ചു. ആന്റണിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പരിസരം മറന്ന് ഓടുമ്പോൾ ഒരു ഫീൽഡ് എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഓടിപ്പോകുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ മാനേജർമാർ വന്നിട്ട് എന്നെ ഇങ്ങനെ തടയാൻ വന്നപ്പോൾ ലാൽ സാർ അവിടെ നിന്ന് പോരെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് എന്താ ഇവിടെ എന്ന് ചോദിച്ച് കുറച്ച് വർത്തമാനം പറഞ്ഞു. നമ്മൾ വേറൊരു അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് ശരിക്കും ഞാൻ തിരിച്ചു വന്ന് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനം എടുത്ത് ലാൽ സാർ ചെല്ലാൻ പറഞ്ഞ് ഞാൻ ആ ഷൂട്ടിംഗ് മൊത്തം തീരുന്നത് വരെ ലാൽ സാറിൻ്റെ കൂടെ വീണ്ടും ജോലി ചെയ്തു. ആ ജോലി ചെയ്ത് ഞാൻ തിരിച്ച് പോരുന്ന സമയത്ത് ലാൽ സാർ എന്നോട് ചോദിച്ചത്, ആന്റണി എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞു. അല്ല, അതിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാനല്ല ആന്റണിയെ വിളിച്ചത്, ദൈവം എന്നെ കൊണ്ട് ആന്റണിയെ വിളിപ്പിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അന്ന് മുതൽ ഒരു 29 വർഷം കഴിഞ്ഞു. ഇനി മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിനെ കുറിച്ച് പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ രോമാഞ്ചമണിയും എന്നാണ് സിനിമാ രംഗത്തുള്ളവർ പറയുന്നത്. അതായത് മോഹൻലാൽ കുറെ കാലത്തിന് മുമ്പ് ഒരു TV ഷോയിൽ പറഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 29 വർഷമായി, എനിക്ക് എൻ്റെ ഭാര്യയെയും ആന്റണിയെയും ഒന്നിച്ചാണ് കിട്ടിയത്, എനിക്ക് അവരെക്കാൾ സ്നേഹം ആന്റണിയോടാണ് എന്നൊരു പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് തോന്നിയിട്ടുണ്ടാവാം. മോഹൻലാൽ പറയുകയാണ്, അവർക്ക് അതിൽ അസൂയയുണ്ട്, കാരണം കൂടുതൽ സമയം ആന്റണിയുടെ കൂടെയാണ് ഞാൻ കഴിയുന്നതും. ഇപ്പോൾ ഞാൻ ധൈര്യമായി പറയുന്നു, എൻ്റെ സിനിമാ രംഗത്തെ എല്ലാ ഉയർച്ചയുടെയും എൻ്റെ എല്ലാ നന്മയുടെയും പിറകിൽ ആന്റണി പെരുമ്പാവൂർ എന്നൊരു വ്യക്തിയുണ്ട്. അത് സത്യമാണ്. ആ സത്യത്തെ ഞാൻ മാനിക്കുന്നു. എൻ്റെ അവസാന ശ്വാസം വരെ ആന്റണി കൂടെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ 988 തൻ്റെ കൂടെ കാർ ഡ്രൈവറായി കൂടിയ ആന്റണി എന്ന് മാലക്കുടി ജോസഫ് ആന്റണിയെ കുറിച്ചിട്ട് ഇപ്പോൾ മാലക്കുടി ജോസഫ് ആന്റണിയെ കുറിച്ചിട്ട് ഇപ്പോൾ മോഹൻലാൽ പറയുന്ന വാക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ല. കേരളത്തിലെ 40-40 വർഷമായി സിനിമാ രംഗത്ത് നിൽക്കുന്ന ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാറിൽ ഒരാളാണ് മോഹൻലാൽ. ആ മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിനെ കുറിച്ച് പറഞ്ഞതാണ് ഞാൻ സൂചിപ്പിച്ചത്. ആന്റണി പെരുമ്പാവൂരിന്റെ ഭാര്യ ആന്റണി പെരുമ്പാവൂരിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ സൂചിപ്പിച്ചു. അപ്പം മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ആ ഒരു പൊക്കിൾക്കൊടി ബന്ധം, അതിന്റെ ആഴം, അതിന്റെ വ്യാപ്തി, അതെത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം സുഹൃത്തുക്കളെ. എൻ്റെ ഒരു സംശയം, ഇവർ തമ്മിലുള്ള ഈ ആത്മബന്ധത്തിന്റെ അടിസ്ഥാനം ഇവർ തമ്മിലുള്ള സ്നേഹബന്ധവും ഒക്കെയാണോ, അതോ പണത്തിന് ഇതിനെന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. പണമാണോ ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ളതാണ് എൻ്റെ സംശയം. ആ സംശയം ബലപ്പെടുത്തുന്ന ചില വിവരങ്ങളാണ് ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാൻ പോകുന്നത്.
സുഹൃത്തുക്കളെ, 988 മോഹൻലാലിൻ്റെ ഡ്രൈവറായി കൂടിയ ആന്റണി പെരുമ്പാവൂരിൻ്റെ ഇന്നത്തെ ആസ്തിയായി പറയപ്പെടുന്നത് ഏതാണ്ട് $20 മില്യൺ ആണെന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ. ഏതാണ്ട് ഒരു 165 കോടി രൂപയുടെ ആസ്തി ഇന്ന് ആന്റണി പെരുമ്പാവൂരിന് ഉണ്ട് എന്ന് ഗൂഗിളിൽ നിന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കണ്ടു $20 മില്യൺ എന്നാണ് പറഞ്ഞത്. അത് ഏതാണ്ടൊരു 165 കോടി രൂപ വരും. അപ്പോൾ അത്രയുള്ള ഒരു വലിയ കോടീശ്വരനാണ് അദ്ദേഹം. 988 മോഹൻലാലിനോടൊപ്പം ചേർന്നു. 2000 ആയപ്പോഴേക്കും ആശീർവാദ് സിനിമാസ് എന്ന് പറയുന്ന ഒരു സിനിമാ നിർമ്മാണ കമ്പനി ഈ ആന്റണി പെരുമ്പാവൂർ ആരംഭിക്കുകയാണ്. അതിനുള്ള പണം എവിടെ നിന്നാണ്, പണം ആരാണ് മുതൽ മുടക്കിയത് എന്നൊന്നും ഇപ്പോൾ ചോദിക്കരുത്. ഞാൻ അതിന് മറുപടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയാം. എന്തായാലും 988 ചേർന്ന് 12 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആശീർവാദ് സിനിമാസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമാ നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നു. ആ സിനിമാ നിർമ്മാണ കമ്പനി 2022 33 സിനിമകൾ നിർമ്മിച്ചു. 33 സിനിമകൾ. അതായത് വലിയ വൻ വിജയം, മോഹൻലാൽ നായകനായി അഭിനയിച്ച വൻ വിജയമായിട്ടുള്ള ഒട്ടേറെ സിനിമകൾ. നരസിംഹം 2000, രാവണപ്രഭു 2001, നരൻ 2005, രസതന്ത്രം 2006, ദൃശ്യം 2013, ഒപ്പം 2016, ലൂസിഫർ 2019, മരക്കാർ എന്ന് പറഞ്ഞ സിനിമ 2020, ഒടിയൻ 2018. അങ്ങനെ ഒട്ടേറെ വലിയ ശതകോടികൾ വരുമാനമുണ്ടാക്കിയിട്ടുള്ള ഒട്ടേറെ സിനിമകൾ ഈ ആശീർവാദ് സിനിമാസ് 2020-നും 2022-നും ഇടയ്ക്ക് നിർമ്മിച്ചു. ഏതാണ്ട് 33 സിനിമകൾ. ഈ 33 സിനിമകളിലും മോഹൻലാലായിരുന്നു നായകൻ. അപ്പോൾ ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഏതാണ്ട് ഒരു 10-12 സിനിമകൾക്ക് തന്നെ ഏതാണ്ട് ഒരു 500 കോടി രൂപ അതിൻ്റെ ചിലവുകൾക്ക് വേണ്ടിയിട്ട്, ആ സിനിമയുടെ ചിലവുകൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചു എന്നുള്ള വിവരവും ഗൂഗിളിൽ തപ്പിയപ്പോൾ എനിക്ക് ലഭിച്ചു. അപ്പോൾ 988 ഡ്രൈവറായി കയറിയ ഈ ആന്റണി പെരുമ്പാവൂര് 2000 ആയപ്പോൾ, 12 വർഷമായപ്പോൾ അദ്ദേഹം ഒരു സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങി. ആ സിനിമാ നിർമ്മാണ കമ്പനി 33 സിനിമകൾ നിർമ്മിച്ചു. ആ സിനിമകളിലെല്ലാം നായകൻ മോഹൻലാലായിരുന്നു. എത്ര കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള സംബന്ധിച്ചൊന്നും പറയുന്നില്ല. ഞാൻ എന്തായാലും ഒരു ഡസൻ സിനിമകൾക്ക് മാത്രം ഏതാണ്ട് 500 കോടി രൂപയോളം മുതൽ മുടക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. ഇനി 2019 ആയപ്പോഴത്തേക്ക് ഈ ആശീർവാദ് സിനിമാസ് ഹോങ്കോങ്ങിൽ അവരുടെ ഓഫീസ് തുടങ്ങി. എന്നിട്ട് ഫീസ്റ്റിയൻ ആശീർവാദ് സിനിമാസ് എന്ന് പറഞ്ഞുകൊണ്ട് 2019 ആഗോളതലത്തിലും അവരുടെ പ്രവർത്തനം മാറി. സുഹൃത്തുക്കളെ, 2000 ആശീർവാദ് സിനിമാസ് എന്ന് പറഞ്ഞ ഈ നിർമ്മാണ കമ്പനി തുടങ്ങിയെങ്കിൽ 2009 ആയപ്പോൾ ഈ ആന്റണി പെരുമ്പാവൂര് മാക്സ് ലാബ് സിനിമാസ് ആൻഡ് എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന ഒരു നിർമ്മാണ വിതരണ കമ്പനിയും ആരംഭിച്ചു 2009 ആയപ്പോൾ. അപ്പോൾ 1988 കാർ ഡ്രൈവർ, 2000 ആയപ്പോഴത്തേക്കും ആശീർവാദ് സിനിമാസ് അവരെ മോഹൻലാൽ നായകനാക്കിയിട്ടുള്ള 33 സിനിമകൾ അവർ നിർമ്മിക്കുന്നു. 2009 ആയപ്പോഴത്തേക്കും ഈ ആന്റണി കാർ ഡ്രൈവർ 1988 കാർ ഡ്രൈവറായിരുന്ന ആന്റണി പെരുമ്പാവൂർ മാക്സ് ലാബ് സിനിമാസ് ആൻഡ് എന്റർടൈൻമെന്റ്സ് പറഞ്ഞ ഒരു നിർമ്മാണ വിതരണ കമ്പനി തുടങ്ങുന്നു. അപ്പോൾ അതിൽ ആന്റണി പെരുമ്പാവൂർ മാത്രമല്ല, മോഹൻലാലും KC ബാബു എന്ന് പറയുന്ന 3 പേരും കൂടി അതിനകത്തുണ്ട്. ഈ മോഹൻലാലിൻ്റെ മിക്കവാറും സിനിമകളെടുത്ത് വിതരണം ചെയ്യുന്ന പണിയും ഈ കമ്പനിക്ക് തന്നെയാണ്. അതായത് ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന കമ്പനി സിനിമകൾ വിതരണം ചെയ്യുന്നത് മാക്സ് ലാബ് സിനിമാസ് ആയിരിക്കും. ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ആശീർവാദ് സൈൻ പ്ലെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇപ്പോൾ ഇതിനകം തന്നെ 5 തിയേറ്റർ കോംപ്ലക്സുകളും ആന്റണി പെരുമ്പാവൂർ ആരംഭിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? 988 മോഹൻലാലിൻ്റെ ഡ്രൈവറായിട്ടുള്ള ജോസഫ് മാലേക്കുടി ജോസഫ് ആന്റണി, അദ്ദേഹം 2000 ആകുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു നിർമ്മാണ കമ്പനി തുടങ്ങുന്നു, ആശീർവാദ് സിനിമാസ്. അത് മോഹൻലാൽ നായകനായിട്ടുള്ള 33 സിനിമകൾ നിർമ്മിക്കുന്നു. 2009 ആകുമ്പോഴത്തേക്ക് ആ സിനിമകൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സ് ലാബ് സിനിമാസ് ആൻഡ് എന്റർടൈൻമെന്റ്സ് പറഞ്ഞൊരു കമ്പനി തുടങ്ങുന്നു. അതിൽ മോഹൻലാലും KC ബാബുവും കൂടി ഉണ്ട്. എന്നാലും ആശീർവാദ് ആന്റണി പെരുമ്പാവൂരും കൂടി അതിനകത്തുണ്ട്. ഏതാണ്ട് 2019-20 ആയപ്പോഴത്തേക്കും സിനിമ പ്രദർശനശാലകളും ആന്റണി പെരുമ്പാവൂർ ആരംഭിക്കുന്നു. 5 ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും സിനിമ സൈൻ പ്ലെക്സുകൾ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇതിനകത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ 988 കാർ ഡ്രൈവറായിരുന്ന ഈ മാലേക്കുടി ജോസഫ് ആന്റണി എങ്ങനെയാണ് ഇത്ര ശതകോടികൾ സമ്പാദിച്ചത്? സുഹൃത്തുക്കളെ, ഇപ്പോൾ ഗൂഗിളിൻ്റെ കണക്കനുസരിച്ച് തന്നെ 165 കോടി രൂപയുടെ ആസ്തി ഈ ആന്റണി പെരുമ്പാവൂരിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനുള്ള പണം എവിടെ നിന്നാണ് ആന്റണി പെരുമ്പാവൂരിന് കിട്ടിയത് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ?
അല്ലെങ്കിൽ നമ്മളതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ആണ് പറയുന്നതെങ്കിൽ അത് മനസ്സിലാക്കാം. പക്ഷേ പച്ചയ്ക്ക് നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താ? ഈ ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ ഈ ശതകോടീശ്വരൻ, ഈ മലയാള സിനിമയിലെ ഏറ്റവും വലിയ അതികായനായിട്ടുള്ള ഈ നിർമ്മാണ വിതരണ മുതലാളി, അദ്ദേഹം മോഹൻലാൽ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാറിൻ്റെ ബിനാമിയാണ് എന്നുള്ളത് വ്യക്തമല്ലേ? കാരണം മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമകളാണ് അതായത് ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമകളിലെ നായകൻ മോഹൻലാലാണ്. മോഹൻലാൽ നായകനായിട്ടുള്ള സിനിമകളാണ് ആന്റണി പെരുമ്പാവൂർ എടുത്ത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ബിനാമിയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമുക്ക് പറയേണ്ടി വരും. അല്ലാതെ ഇയാൾ നടത്തിയിട്ടുള്ള ഈ മുതൽ മുടക്കൊക്കെ എവിടെ നിന്നുണ്ടാവുന്നതാണ്? അപ്പോൾ മോഹൻലാലിൻ്റെ ബിനാമി ആയിട്ടുള്ള ആളാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് വരുന്നു. പക്ഷേ ആന്റണി പെരുമ്പാവൂരിന് ആർക്കെങ്കിലും തൊടാൻ കഴിയുമോ? ഒരാൾക്കും തൊടാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സിൻ്റെ എന്തോ റെയ്ഡൊക്കെ നടന്നെന്ന് പറഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല, രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഈ കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയിട്ട് ബിനാമി ട്രാൻസാക്ഷൻ പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് കൊണ്ടുവന്നു. അത് 1988 മുതലുള്ളതാണ്. പ്രൊഹിബിഷൻ ഓഫ് ബിനാമി പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ആക്ട് 1988 ഉണ്ടായിരുന്നതാണ്. അത് പാർലമെന്റ് പാസ്സാക്കിയൊരു നിയമമാണ്. അത് ബിനാമി ഇടപാടുകൾക്കെതിരായിട്ടുള്ളതാണ്. അത് പിന്നീട് 2016 അതിന് ഭേദഗതിയൊക്കെ നടന്നിട്ടാണ് ബിനാമി ട്രാൻസാക്ഷൻ പ്രൊഹിബിഷൻ അമെൻമെന്റ് ആക്ട് 2016 എന്ന് പറഞ്ഞിട്ടുള്ള നിയമമായത്. ആ നിയമപ്രകാരം ബിനാമി ഇടപാടുകൾ നടത്തിയാൽ 7 വർഷം കഠിന തടവും പിഴയുമാണ് ശിക്ഷ. പക്ഷെ അതൊക്കെ സാധാരണക്കാരൻ ബിനാമി ഇടപാട് നടത്തിയാൽ അവന് 7 ദിവസം അകത്തായി പോകും. പക്ഷെ ആന്റണി പെരുമ്പാവൂർ ശതകോടികളുടെ ബിനാമി ഇടപാട് നടത്തിയാലും, ആന്റണി പെരുമ്പാവൂർ നടത്തുന്നത് ബിനാമി ഇടപാടുകളാണെന്നുള്ളത് മുഴുവൻ ആളുകൾക്കും അവരുടെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിഞ്ഞാലും, ആന്റണി പെരുമ്പാവൂർ നടത്തിയിട്ടുള്ള മുതൽ മുടക്ക് എവിടെ നിന്നാണ് സമാഹരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ അത് മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നടൻ ഉണ്ടാക്കിയിട്ടുള്ള പണമാണെന്ന് അറിയാമെങ്കിൽ പോലും ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഈ കോടീശ്വരനെ തൊടാൻ ഇന്ത്യയിലെ ഒരു ഗവൺമെന്റിനും കേരളത്തിലെ ഒരു ഗവൺമെന്റിനും ഒരു അന്വേഷണ ഏജൻസിക്കും കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത്. 1988 വെറും കാർ ഡ്രൈവറായിട്ട് വന്നൊരു മനുഷ്യന് ഇപ്പോൾ 165 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആസ്തിയുടെ 10 ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ലല്ലോ. അദ്ദേഹം 33 സിനിമകൾ മോഹൻലാലുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചതിൽ ഒരു ഡസൻ സിനിമകൾക്ക് പോലും ഏതാണ്ട് 500 കോടി രൂപയുടെ മുതൽ മുടക്ക് നടത്തിയിട്ടുണ്ടെന്ന് ഗൂഗിളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മുഴുവൻ ആളുകളുടെയും കണ്ണിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ബിനാമിയാണ് ആന്റണി പെരുമ്പാവൂർ. ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ ബിനാമിയാണ്. ബിനാമി ഇടപാടുകൾ നിയമവിരുദ്ധമാണ്. ബിനാമി ഇടപാടുകൾ തടയുന്നതിന് വേണ്ടിയിട്ട് 1988 കൊണ്ടുവന്ന ഒരു നിയമം ഭേദഗതി ചെയ്ത് ഇപ്പോൾ 2016 ഭേദഗതി ചെയ്ത് പുതുക്കിയിട്ടുണ്ട്. ആ ബിനാമി ഇടപാടുകൾക്ക് അനധികൃതമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ 7 വർഷം തടവും പിഴയുമാണ് ഉള്ളത്. പക്ഷേ അവസാനിപ്പിക്കുന്നതും എനിക്കൊന്നുകൂടെ പറയാനുള്ളത്, കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാലിൻ്റെ ബിനാമി ആയിട്ടുള്ള ഈ ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ ശതകോടീശ്വരൻ ബിനാമിയാണെന്ന് മോദിക്കും അറിയാം, അമിത്ഷയ്ക്കും അറിയാം, പിണറായി വിജയനും അറിയാം, അന്വേഷണ ഏജൻസികൾക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ഈ ആന്റണി പെരുമ്പാവൂർ ബിനാമിയായി തന്നെ തുടരും. ബിനാമി കച്ചവടങ്ങൾ ഇനിയും നടത്തിക്കൊണ്ടിരിക്കും. ബിനാമിയായി സിനിമകൾ നിർമ്മിക്കും. ബിനാമിയായി സിനിമകൾ വിതരണം ചെയ്യും. ബിനാമി പണം കൊണ്ട് അദ്ദേഹം സിനിമാ ശാലകൾ ആരംഭിക്കും. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും, എന്ത് നിയമം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും, എന്ത് കോടതികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എന്ത് ഭരണഘടനയുണ്ടെന്ന് പറഞ്ഞാലും, ഈ ബിനാമിയായി നമ്മുടെ മുമ്പിലൂടെ സർവതന്ത്ര സ്വതന്ത്രനായി നടക്കുക തന്നെ ചെയ്യും. ഒരു ചുക്കും ഈ ആന്റണി പെരുമ്പാവൂരിന് സംഭവിക്കാൻ പോകുന്നില്ല.